ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താണെന്നല്ലേ, നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് അല്ലെങ്കിൽ ഡെസേർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ്, പാല്, പഞ്ചസാര, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇത് ഇത്രയും മാത്രം മതി. നമുക്ക് അടിപൊളി റിച്ച് ആയിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഐസ്ക്രീം പോലെയൊക്കെയുള്ള ഒരു സംഭവം അതുണ്ടാക്കിയെടുക്കാം. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 കവറ് ബ്രൂവിൻ്റെ 2 രൂപയുടെ പാക്കറ്റാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1.5 ടീസ്പൂൺ ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ആവാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു രൂപത്തിലേക്ക് വരും. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എല്ലാം ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് പാലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കവറ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ച ബാക്കി പാലുകൂടി ഇതിലേക്ക് വീഴ്ത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രമാണ് ആവശ്യം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 4 വശവും കളഞ്ഞു വെച്ച ബ്രെഡ് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച കോഫി മിക്സിലേക്ക് ഒന്ന് മുക്കി കുതിർത്ത് എടുക്കുക. എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഞാനത് സ്പൂൺ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച കോഫി മിക്സ് ഒരല്പം എല്ലാ വശത്താവുന്ന രീതിയിൽ ഒന്ന് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് ബദാമാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച ബദാം. നമുക്ക് അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അതുകൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ബദാമിന് പകരം നമുക്ക് കപ്പലണ്ടിയോ കാഷ്യൂസോ അതും അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ്സിൻ്റെ എന്തെങ്കിലും ബീഡ്സ് ഒക്കെ കിട്ടത്തില്ലേ, ചെറിയ മുട്ടായി പോലെയൊക്കെ, ജംസ് പോലെയൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഞാൻ വീണ്ടും ബ്രെഡിൻ്റെ ഒരു ലെയർ മുകളിൽ വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ പിന്നെയും ബദാമിൻ്റെ ക്രഷ് ചെയ്ത് വെച്ച അതിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെയും ഒരു ലെയർ കൂടി നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ അത് വയ്ക്കുന്നുണ്ട്. നമുക്ക് എത്ര ലെയർ വേണം വയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം കേട്ടോ. അതുപോലെ ഇതിനകത്ത് കൊടുക്കുന്ന ആ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയറും വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ കോഫി, അതായത് നമ്മൾ ദൽഗോന കോഫി ഉണ്ടാക്കുന്നത് പോലെ ഒരു മിക്സ്, ആ മിക്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച ദൽഗോന കോഫിയുടെ മിക്സ് അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് ഒഴിച്ച സമയത്ത് നല്ല മണമായിരുന്നു കേട്ടോ. നല്ല നമുക്ക് സെറ്റ് ആവുന്നതിന് മുന്നേ കഴിക്കാൻ തോന്നും, അത്രയും നല്ലൊരു മണമായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും അവരെ ഞെട്ടിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും ബദാമിൻ്റെ ഇതിട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ഒരല്പം കൊക്കോ പൗഡർ ഞാൻ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ജസ്റ്റ് ഞാനൊന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൊക്കോ പൗഡറിന് പകരം ഇൻസ്റ്റൻറ്റ് കോഫിയുടെ പൗഡർ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇല്ല, ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് അല്ലെങ്കിൽ ഡെസേർട്ട് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സംഭവം.
ഇനി അതിലേക്ക് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുവാണേ. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ല എങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടോ എങ്ങനെ വേണോ അത് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രീസറിലല്ല, താഴെയാണ് വെച്ചിരുന്നത്. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ആയതിനു ശേഷം ഞാനതെടുത്തു. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ആ സ്പൂണിൽ നമ്മളത് കോരി എടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, നല്ല ഐസ്ക്രീം പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.